ഹായ് ഹലോ. മധുരൈ ഫേമസ് ആയിട്ടുള്ള ജിഗർദണ്ഡ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായി 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതാണ് ആൽമണ്ട് ഗമ്മ്. ആൽമണ്ട് പിസനെന്നും പറയും കേട്ടോ. ഇത് അങ്ങാടിക്കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത്. 100 ഗ്രാമിന് 50 രൂപയായിരുന്നു കേട്ടോ. ഇത് ഇത്രയൊന്നും എടുക്കേണ്ട കാര്യമല്ല. ഒരു 3-4 കഷ്ണം എടുത്താൽ മതി. കാരണം ഒരു 3-4 ഗ്ലാസ്സിനൊക്കെ ആ 2-3 കഷ്ണം മാത്രം മതിയാകും. ഇത് തലേന്നേ വെള്ളത്തിലിട്ട് വെക്കുക. പിറ്റേ ദിവസം ഇതേ രീതിയിൽ കുതിർന്ന് കിട്ടും കേട്ടോ. ഞാനിത്തിരി കൂടുതലാണ് ചേർത്തത്, അതാണ് എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റി വന്നത്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നറുങ്ങണ്ടി സിറപ്പാണ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ജിഗർദണ്ഡ തയ്യാറാക്കാൻ. വേറെ പാടുകളൊന്നും ഇല്ല. ഒരു ചൂടായ ഒരു പാത്രത്തിലേക്ക് പഞ്ചസാര നമ്മൾ ഉരുക്കിയെടുക്കുക. ഉരുക്കുന്നത് എന്തെന്ന് വെച്ചാൽ കളറിന് വേണ്ടിയാണ് കേട്ടോ ഇത് ഉരുക്കിയെടുക്കുന്നത്, മധുരത്തിന് വേണ്ടിയല്ല. മധുരത്തിനാണെങ്കിൽ നമ്മൾ പാല് കാച്ചുന്ന സമയത്ത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക. ഇതേ രീതിയിൽ ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഇത് കട്ടിയാവാതിരിക്കാനാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത 1/2 ലിറ്റർ പാലിൻ്റെ പകുതി ഒരു പാത്രത്തിൽ ഒഴിച്ച് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം. ഈ പാല് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ ഉരുക്കിയെടുത്ത പഞ്ചസാരയില്ലേ, അതിൽ 2 ടേബിൾ സ്പൂൺ ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ സിമ്മിലിട്ട് നല്ല രീതിയിൽ കുറുക്കി വറ്റിച്ച് എടുക്കുക. ബാക്കി വന്ന പാല് മറ്റൊരു പാത്രത്തിലേക്ക് കാച്ചിയെടുക്കണം കേട്ടോ. ഇത് കാച്ചി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇത് കുറുകിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതായത് മറ്റേ നമ്മൾ ചേർത്ത പാല് ഇതേ രീതിയിൽ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലായിരിക്കണം കേട്ടോ. നല്ല രീതിയിൽ കുറുക്കിയെടുക്കണം, എങ്കിലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇതേ രീതിയിലാക്കി എടുത്താൽ നമുക്ക് ആ ജിഗർദണ്ഡയുടെ ടേസ്റ്റ് വരത്തുള്ളൂ. എന്നിട്ട് ഇത് രണ്ടും നമ്മൾ ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കണം. പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇതിൻ്റെ മെത്തേഡ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആൽമണ്ട് ഗമ്മില്ലേ, കുതിരാനായിട്ട് എടുത്ത് വെച്ച അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് സിറപ്പ്, പഞ്ചസാര സിറപ്പില്ലേ നമ്മൾ നേരത്തെ സിറപ്പാക്കിയത്, അതും കൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ നമ്മൾ വറ്റിച്ചെടുത്ത പാല് 2 സൈസ് പാല് നമ്മൾ ചെയ്തായിരുന്നല്ലോ, അതിൽ ഒരു വറ്റിച്ചെടുത്ത പാൽ ആദ്യം ഒഴിച്ചു കൊടുത്തു. രണ്ടാമത് കാച്ചിയ പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നറുങ്ങണ്ടി സിറപ്പിൽ മധുരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ മധുരം കണക്കാക്കി നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല രീതിയിൽ ഇളക്കി, അപ്പോഴത്തേക്ക് ആ മധുരവും നറുങ്ങണ്ടി എല്ലാം കൂടെ ചേർത്തതല്ലേ, അപ്പോൾ എല്ലാം കൂടെ മിക്സായി ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. എന്നിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഐസ്ക്രീം ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. ഞാൻ ചേർക്കുന്നില്ല. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബും ചെയ്യണം.